അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 16ാം നിയമസഭയുടെ അവസാനത്തെ സമ്മേളനം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. സമ്മേളനത്തിന്റെ അവസാന ദിവസവും സ്വർണ്ണക്കൊള്ളയിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. സഭാ നടപടികളുമായി സഹകരിക്കാതെ പ്രതിപക്ഷം തുടക്കം മുതൽ പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു. ശബരിമല യുവതീ പ്രവേശനത്തിൽ സഹകരിക്കാത്തതിന്റെ പകയാണ് സർക്കാർ തന്ത്രിയോട് കാണിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തന്ത്രി കുറ്റക്കാരനാണോ എന്നതിൽ സർക്കാരിന് അഭിപ്രായമില്ലെന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകി. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ മുദ്രാവാക്യം വിളിക്കുന്നവരായി പ്രതിപക്ഷം മാറിയെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. അവിശ്വാസം സഭയിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ലെന്നും ജനമനസ്സിൽ സർക്കാർ പുറത്തായെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതികരണങ്ങളാണ്. മന്ത്രി രാജിവെക്കണം. മന്ത്രിസഭയ്ക്കകത്തുള്ള അവിശ്വാസം നിങ്ങൾക്ക് ഈ 5 വർഷം സാർ ധൈര്യപൂർവ്വം ഒരു അവിശ്വാസം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? എന്തേ നിങ്ങൾ ഈ നിയമസഭയുടെ ഈ ചട്ടം ഉറപ്പു നൽകുന്ന അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ പോയത്? അവര് കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തുറന്നു കാട്ടപ്പെടുന്നത് ഭരണപക്ഷമായിരിക്കില്ല, തുറന്നു കാട്ടപ്പെടുന്നത് പ്രതിപക്ഷം മാത്രമായിരിക്കും. സാർ, ഞങ്ങൾ പ്രത്യേകിച്ച് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ട കാര്യമില്ല. കേരള ജനത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും ഈ സർക്കാരിനെതിരെ അവിശ്വാസം പാസ്സാക്കിയിട്ടുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ 2 മണിക്കൂർ പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ ഇനി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത്? 2 മണിക്കൂർ പ്രസംഗം കേൾക്കാനാണോ? ഞങ്ങൾക്ക് മനസ്സില്ല. ജനങ്ങൾ അവിശ്വാസ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊരു കെയർ ടേക്കർ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി എഴുതി കൊടുക്കുന്ന 2 മണിക്കൂർ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കണമെന്ന ഗവർണറുടെ ആവശ്യം നിയമസഭ തള്ളി. ഗവർണറുടെ ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചാൽ അത് കീഴ്വഴക്കമായി മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഗവർണർ തന്റെ പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ച രൂപത്തിൽ തന്നെ ആയിരിക്കേണ്ടതാണെന്നും അതിനുപോദ്ബലകമായി അദ്ദേഹം നിരത്തുന്ന കാരണങ്ങളടങ്ങുന്ന കത്തുകൾ സഭയുടെ പരിഗണനയ്ക്ക് വെക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട സ്പീക്കറോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ ഗവർണർമാരായിരുന്ന ജ്യോതി വെങ്കടാചലത്തിൻ്റെയും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന്റെയും പ്രസംഗങ്ങളിലെ സഭയിൽ വായിച്ച ഭാഗങ്ങൾ മാത്രമേ സഭാരേഖകളിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ അന്നൊക്കെ തന്നെ ക്യാബിനറ്റ് അംഗീകരിച്ച ഔദ്യോഗിക നയപ്രഖ്യാപന പ്രസംഗം അതേപടി നിയമസഭാ രേഖകളിൽ ചേർക്കുന്ന കീഴ്വഴക്കമാണ് നാം പിന്തുടർന്നു വന്നിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയും കോടതി വിധികളും അനുശാസിക്കുന്നതും അതുതന്നെയാണ്. ഇതേ രീതി തന്നെയാണ് പാർലമെന്റിലും ഇതര സംസ്ഥാന നിയമസഭകളിലും സ്വീകരിച്ചു വരുന്നത്. അതിന് മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് ഗവൺമെന്റ് കാണുന്നത്. ആയതിനാൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നൽകിയിട്ടുള്ള കത്തുകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് സഭയെ അറിയിക്കുകയാണ്. അതോടുകൂടി ഗവർണറുടെ നിർദ്ദേശം തള്ളി. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, 16ാം നിയമസഭയുടെ അവസാനത്തെ ദിവസം പതിവ് പോലെ തന്നെ പ്രക്ഷുബ്ധമായിരുന്നു. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ കണ്ട ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം പോലെ തീപിടിപ്പിക്കുന്ന പ്രതിഷേധമോ ഡയസിലേക്ക് ഉന്തിക്കയറലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു, പ്ലക്കാർഡുകൾ ഉയർത്തി. എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്ലാൻ എന്തായിരുന്നു? ഇപ്പോൾ രമേശ് ചെന്നിത്തല വന്ന് പ്രതികരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഭരണപക്ഷം നേരിട്ടത്? ചോദ്യോത്തരവേള റദ്ദാക്കുന്ന സമയത്തും ഭരണപക്ഷത്തിലുള്ള പി രാജീവിന്, ശിവൻകുട്ടിക്ക്, മന്ത്രി എം പി രാജേഷിനും പ്രസംഗിക്കാൻ അവസരം കിട്ടുകയും ചെയ്തു അല്ലേ? അരുൺകുമാർ, പ്രതിപക്ഷം സഭാ നടപടികൾ തുടങ്ങിയ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവില്ലാത്തതുകൊണ്ട് ഉപനേതാവായ കെ ബാബുവാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അദ്ദേഹം സഭാ നടപടികളോട് സഹകരിക്കുന്നില്ല എന്ന നിലപാടെടുത്തു. തന്ത്രിയെ സംരക്ഷിക്കുന്നത് UDF ആണ് എന്ന തരത്തിൽ നടത്തിയ പ്രതികരണത്തിന് മറുപടി പറയുകയും ചെയ്തു. അതിന് ശേഷമാണ് സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങുകയും ചെയ്തത്. സ്പീക്കറുടെ ഡയസിലേക്കൊന്നും പോയില്ല, പകരം നടുത്തളത്തിലിരുന്ന് പ്രതിഷേധം നടത്തി. ഇതിനിടയിൽ കെ ബാബു നമുക്കൊപ്പം ഒന്ന് ചേരുന്നുണ്ട്. അരുൺകുമാർ, കെ ബാബുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തോടുകൂടി ഇനി നിയമസഭയെ കയറണമെങ്കിൽ പാസ് എടുത്ത് കയറേണ്ടി വരും. യെസ്, അല്ല, ഞാൻ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് റിട്ടയർ ചെയ്യുന്നത്. റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ നിയമസഭയിലേക്ക് മത്സരിക്കില്ല എന്ന് തീരുമാനം. കാരണം 30 കൊല്ലം തുടർച്ചയായി നിയമസഭയെ പ്രതിനിധീകരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ജനങ്ങൾ എനിക്ക് വലിയ വിശ്വാസം എന്നിൽ അർപ്പിച്ചു. ഇത്തവണയാണെങ്കിലും പാർട്ടി നേതൃത്വം എന്നോട് മത്സരിക്കാൻ തുടരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി നേതൃത്വം സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിലല്ല ഞാൻ മാറുന്നത്. എനിക്ക് പഴയതുപോലെ സജീവമായി പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ പേരിലാണ്. അവസാന 2 ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ റോള് ആകസ്മികമായി
ആ റോളിലേക്ക് കടന്നു വരാനും കൂടി പറ്റി. അല്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ആ സാഹചര്യം എന്താണെന്നുള്ളത്. ഞാൻ നിയമസഭാ കക്ഷി ഉപനേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല, പ്രതിപക്ഷ ഉപനേതാവ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ചുമതല നിർവഹിക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇങ്ങോട്ട് MLA ആയിട്ട് ഇന്ന് കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിനകത്തൊന്നും വരുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പം നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ, അല്ല ആ തരത്തിൽ വിഷമമല്ല, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഇറങ്ങുമ്പം നമുക്ക് മനസ്സിലൊരു ഒരു പിടക്കലുണ്ടാവും. അങ്ങനത്തെ ഒരു ഇത്ര നാൾ ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു സ്വന്തം സ്ഥലം അവിടെ ഇനി അങ്ങോട്ട് വരുന്നില്ല, MLA എന്ന നിലയിൽ വരുന്നില്ല, നമ്മൾ ഈ നിൽക്കുന്ന അതിൻ്റെ മുന്നിലാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് മറ്റാരുടെയും കുറ്റം കൊണ്ടല്ല, വ്യക്തിപരമായി എൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വിഷമമില്ല. ആ സമയത്ത് എനിക്ക് സീറ്റ് നിഷേധിച്ച ഒരു സാഹചര്യമാണെങ്കിൽ ശരി, ആ വിഷമം ഉണ്ടാവും. ഇപ്പം ഞാൻ സ്വയം പ്രഖ്യാപിച്ചതാ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല. അതാണ് അവസാന ദിവസം നിയമസഭയുടെ. ബാബുചേട്ടൻ കർമ്മനിരതനാവട്ടെ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ആശംസിക്കാം. ഒരു നിയമസഭാ സാമാജികനല്ലെങ്കിലും കെ ബാബുവിന് ഇനിയുമുണ്ട് രാഷ്ട്രീയ അധ്യായങ്ങൾ, മറ്റു ചുമതലകൾ ഉണ്ടാവും സംഘടനാപരമായും.